ഹായ് സുന്ദരീസ്, നമ്മുടെ ഈ ജനറേഷനിലെ പാരൻസിന് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ജെൻറൽ പാരൻറ്റിങ് വേണോ അതോ ട്രഡീഷണൽ പാരൻറ്റിങ് വേണോ എന്നുള്ളതായി. ഇപ്പോൾ ട്രഡീഷണൽ പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും വളർന്നു വന്നൊരു രീതിയൊക്കെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടി കിട്ടും, നല്ല ചീത്ത കേട്ടിട്ടാണ് വളർന്നിട്ടുണ്ടാവുക. നമ്മുടെ ലൈഫിൽ ഏറ്റവും ചെറിയ കാര്യം മുതൽക്ക് ഏറ്റവും വലിയ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക അച്ഛനും അമ്മയാണ്. ഇപ്പോൾ കല്യാണം കഴിക്കണ ആരെയാ, ഏത് കോഴ്സ് പഠിക്കണം, നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം, മുടി എങ്ങനെ വെട്ടണം, അതൊക്കെ നമ്മുടെ പാരൻസ് ആവില്ല തീരുമാനിച്ചിട്ടുണ്ടാവുക. എന്ന് കരുതി നമ്മൾ വളർന്നില്ലേ, നമ്മൾ നല്ല രീതിയിൽ എത്തിയില്ലേ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് വേറെ കാര്യം. പക്ഷേ മേ ബി അതുകൊണ്ടായിരിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലരും നമ്മുടെ പിള്ളേരെ വളർത്തുന്നത് കുറേ കൂടി ജെൻറ്റിലായിട്ടാണ്. അതായത് അവരെ ഒരു ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വളർത്തുന്നത്. എന്ന് കരുതി തെറ്റ് കണ്ടാൽ നമ്മളൊന്നും പറയില്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും എന്നല്ല നമ്മൾ. പക്ഷേ അത് കുറച്ചുകൂടി കെയർഫുള്ളായിട്ടാണ് ഡീൽ ചെയ്യുക. അവരുടെ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് പ്രയോറിറ്റി കൊടുത്തിട്ടാണ് വളർത്തുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ വേണോ വേണ്ടയോ എന്ന് തന്നെ ഫസ്റ്റ് ചിന്തിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് വേണ്ടാണ്ട് സൊസൈറ്റിയുടെ പ്രഷർ കൊണ്ട് മാത്രം കുഞ്ഞുങ്ങളെ ഈ ലോകത്ത് കൊണ്ടുവരുന്ന ആ ഒരു സംഗതി തന്നെ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നിരുന്നാലും നമ്മൾ ഈ ജെൻറൽ പാരൻറ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ ഈ പിള്ളേർ ഈ ലോകത്തോട്ട് ഇറങ്ങുമല്ലോ, അപ്പോൾ ഈ കുട്ടികൾ എങ്ങനെ ഈ ഹാർഷ് വേൾഡ്, ഇത്രയും ഇങ്ങനത്തെ ഒരു വേൾഡിലേക്ക് വരുമ്പോൾ അവരെങ്ങനെ ഇത് ഫേസ് ചെയ്യും എന്നുള്ളതായിരിക്കും ഒരു കൺഫ്യൂഷനായിട്ടുണ്ടാവുക. അതെനിക്കും തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ അവരുടെ കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്തൊക്കെ വളർത്തുമ്പോഴേ ഇവർ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഈ ലോകം ഫേസ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവരത് കോപ്പപ്പ് ചെയ്തോളും. അൾട്ടിമേറ്റ്ലി നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ, നമ്മൾ പാരൻസ് കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ അവർക്കതൊരു ധൈര്യമാണല്ലോ, അവർക്ക് അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ.